Hi everyone, in today's video I am going to discuss about PLC timers. A timer is a device that introduces a time delay in a circuit. In PLC timer, the time delay is introduced by programming. അതായത് നമുക്കറിയാം ടൈമേഴ്സ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് ടൈം ഡിലേ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് PLCയിൽ നമ്മൾ PLC പ്രോഗ്രാമിംഗ് ചെയ്തിട്ടാണ് എന്ത് കൊടുക്കുന്നത് പ്രൊവൈഡ് ചെയ്യുന്നത് ടൈമേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് ടൈം ഡിലേ പ്രൊവൈഡ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് യു ക്യാൻ സെറ്റ് ദ ടൈമർ വിത്ത് സിമ്പിൾ PLC പ്രോഗ്രാമിംഗ് ഇൻസ്ട്രക്ഷൻ. ഒരു സിമ്പിൾ PLC പ്രോഗ്രാമിംഗ് ഇൻസ്ട്രക്ഷൻസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം PLCൻ്റെ ടൈമേഴ്സ് സെറ്റ് ചെയ്യാൻ പറ്റും. The role of PLC timer is to control and to operate the device for a specific function. അതായത് ഒരു പെർട്ടിക്കുലർ മിഷൻസ് അല്ലെങ്കിൽ പെർട്ടിക്കുലർ ഓപ്പറേഷൻ ഒരു പെർട്ടിക്കുലർ ടൈമിൽ ഒരു ടൈം പീരീഡിൽ ആ ഒരു ഓപ്പറേഷൻ കണ്ടിന്യൂ ചെയ്യണം. ഒരു മിഷൻ ഇപ്പോൾ ഒരു 10 സെക്കൻഡ് ആണെങ്കിൽ ആ 10 സെക്കൻഡിൽ 1 അവർ ആണെങ്കിൽ 1 അവർ അല്ലെങ്കിൽ 20 മിനിറ്റ്സ് ആണെങ്കിൽ 20 മിനിറ്റിൽ അത് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അതേ പൊസിഷനിൽ അത് ഔട്ട്പുട്ട് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ ആ ഒരു കണ്ടീഷൻസിലൊക്കെ നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റും PLC ടൈമേഴ്സ് യൂസ് ചെയ്യാം. അതായത് ഒരു ഓപ്പറേഷൻ ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡിൽ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള കേസസിലൊക്കെ നമുക്ക് എന്ത് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും PLC ടൈമേഴ്സ് ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് വിത്ത് ടൈമർ വി ക്യാൻ പെർഫോം എനി സ്പെസിഫിക് ഓപ്പറേഷൻ ഫോർ എ പെർട്ടിക്കുലർ ടൈം സ്പാൻ. ഫങ്ഷൻ ബ്ലോക്ക് ഓഫ് PLC ടൈമർ. അപ്പോൾ ഹിയർ യു ക്യാൻ സീ ദ ഫങ്ഷൻ ബ്ലോക്സ് ഓഫ് PLC ടൈമർ. അപ്പോൾ ഇതിൽ മെയിനായിട്ടുള്ളത് ടൈം ബേസ് ഉണ്ട്, പ്രീസെറ്റ് ഉണ്ട്, എക്യുമുലേറ്റർ ഉണ്ട്, പിന്നെ ഔട്ട്പുട്ടിൽ എനാബിൾ ബിറ്റ്, ഡൺ ബിറ്റ്, ടൈമർ, ടൈമിംഗ് ബിറ്റ്. അപ്പോൾ നമ്മൾ റങ്സിൽ അതായത് ഹൊറിസോണ്ടൽ ലൈൻസിനെ വി കോൾ ഇറ്റ് ആസ് റങ്സ് ആൻഡ് വെർട്ടിക്കൽ ലൈൻസ് വി കോൾ ഇറ്റ് ആസ് റെയിൽസ്. അപ്പം റെയിൽസിൽ നമ്മളറിയാം സപ്ലൈസ് പവർ സപ്ലൈ പ്രൊവൈഡ് ചെയ്യുന്ന റെയിൽസിൽ ഈ റങ്സിലാണ് നമ്മൾ എന്ത് ചെയ്യുക കോമ്പണൻസ് പ്ലേസ് ചെയ്യുന്നത്. ദാറ്റ് നമ്മൾ എല്ലാം പഠിച്ചതാണ് കഴിഞ്ഞ ലാസ്റ്റ് ക്ലാസ്സിൽ അത് ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. സോ ഇതിൽ ഇപ്പം റങ്സിൽ നമ്മൾ എന്ത് ചെയ്യും ഇപ്പോൾ ടൈമേഴ്സ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ടൈമറിൽ ഈ ഇൻപുട്ട് കണ്ടീഷൻസ് അനേബിൾ ആണെങ്കിൽ അതായത് ഇൻപുട്ട് കണ്ടീഷൻസ് ട്രൂ ആണെങ്കിൽ നമ്മുടെ ഇൻപുട്ട് റങ് കണ്ടീഷൻസ് ട്രൂ ആണെങ്കിൽ എന്ത് എനേബിൾ ആവും നമ്മുടെ ഔട്ട്പുട്ട് എനേബിൾ കണ്ടീഷൻ. അതായത് ഇതൊന്ന് ജസ്റ്റ് ഫോളോ ഇൻപുട്ടിനെ ഫോളോ ചെയ്യുന്നതാണ് ഏത് ചെയ്യുന്നത് ഈ ഔട്ട്പുട്ട് എനേബിൾ ബിറ്റ് ചെയ്യുന്നത്. അപ്പം എന്താണോ ഇൻപുട്ട് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഔട്ട്പുട്ട് എനേബിൾ ബിറ്റ് എന്താവും എനേബിൾ ആവും. അതാണ് എനേബിൾ ബിറ്റ്. നെക്സ്റ്റ് ഇവിടെ ഉണ്ട് ഡൺ ബിറ്റ് ഉണ്ട്. ഡൺ ബിറ്റ് പിന്നെ അതേപോലെ ടൈമർ. അപ്പം ഈ ടൈമർ ഡിലേ ഇപ്പോൾ 10 സെക്കൻഡാണ് ടൈമർ കൊടുത്തിരിക്കുന്നത്. ടൈമറിൽ കൊടുത്തിരിക്കുന്നത് 10 സെക്കൻഡ് ഡിലേ കൊടുക്കണം. ആ 10 സെക്കൻഡ് ഡിലേ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡൺ ബിറ്റ് എന്താവും സെറ്റാവും. അപ്പം ടൈമർ 10 സെക്കൻഡ് ഡിലേ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റാവും ഏത് ഇപ്പോൾ ഡൺ ബിറ്റ്. അപ്പോൾ ഡൺ ബിറ്റ് സെറ്റാണെങ്കിൽ ദാറ്റ് മീൻസ് ടൈമർ ആ 10 സെക്കൻഡ് ഡിലേ കംപ്ലീറ്റ് ചെയ്തു. ഇനി ടൈമർ TT ബിറ്റ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും TT ബിറ്റ് ദാറ്റ് ഈസ് ടൈമർ ടൈമിംഗ് ബിറ്റ്. ഇപ്പം ടൈമർ ഡിലേ ആ ഒരു 10 സെക്കൻഡ് പ്രൊവൈഡ് ചെയ്യുന്ന ടൈമർ ഓപ്പറേഷൻ സ്റ്റേറ്റിലാണ് ഉണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ഏത് ബിറ്റ് സെറ്റായിരിക്കും ആ സമയത്ത് ഈ ടൈമർ ടൈമിംഗ് ബിറ്റ് സെറ്റായിരിക്കും. അതായത് ടൈമർ ടൈമിംഗ് ബിറ്റ് സെറ്റാണെങ്കിൽ എന്തായിരിക്കും ടൈമർ ഈസ് എൻ ഓപ്പറേഷൻ. അതായത് ടൈമറിൽ ഇപ്പം 10 സെക്കൻഡ് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുക ടൈമർ കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് അതിനർത്ഥം. ഓപ്പറേഷൻ മോഡിലാണ് ഏതുള്ളത് ടൈമർ ഉള്ളത്. അപ്പം എന്തായിരിക്കും ടൈമർ ടൈമിംഗ് ബിറ്റ് സെറ്റായിരിക്കും. ഇനി ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ടൈം ബേസ് ഉണ്ട്, പ്രീസെറ്റ് ഉണ്ട്, എക്യുമുലേറ്റർ ഉണ്ട്. അപ്പം ഈ പ്രീസെറ്റിലാണ് നമ്മൾ എന്ത് ഡിറ്റർമൈൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പ്രീസെറ്റ് ഡിറ്റർമൈൻസ് ദി എമൗണ്ട് ഓഫ് ദ ടൈം ദാറ്റ് മസ്റ്റ് പാസ് ടു ആക്ടിവേറ്റ് ദ ഡൺ ബിറ്റ്. അപ്പം ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്ര ടൈം അല്ലെങ്കിൽ എത്ര ടൈമാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ടൈമർ ഒക്കെ തീരുമാനിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീസെറ്റാണ്. ഇപ്പോൾ പ്രീസെറ്റും എക്യുമുലേറ്റർ ബിറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഈ എക്യുമുലേറ്റർ ബിറ്റ് എന്താണ് ഇൻക്രിമെൻ്റ് ചെയ്യും. ഓരോ എക്യുമുലേറ്ററിൽ ഇനീഷ്യലി അത് 0-ലായിരിക്കും. ഇപ്പോൾ പ്രീസെറ്റ് ഞാൻ ജസ്റ്റ് ഇമേജിൻ പ്രീസെറ്റ് ഞാൻ ജസ്റ്റ് 10 കൊടുത്തു. സോ എക്യുമുലേറ്ററിൽ ഇനീഷ്യലി അത് 0-ലാണ് ഉള്ളത്. സോ എക്യുമുലേറ്ററിന് ഏതിൻ്റെ ബേസിൽ ഇൻക്രിമെൻ്റ് ആവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ while the timer is in timing mode the accumulator increment in unit of the time base. അതായത് ഈ ടൈം ബേസിൻ്റെ യൂണിറ്റിൽ ഇൻക്രിമെൻ്റ് ആവും. അതായത് ഇപ്പം പ്രീസെറ്റ് 10 എക്യുമുലേറ്ററിൽ 0 ആണ്. അത് ഇൻക്രിമെൻ്റ് ചെയ്ത് 1 2 3 4 5 6 7 8 9 10 വരെ ഇൻക്രിമെൻ്റ് ആവും. അപ്പം 10 വരെ ഇൻക്രിമെൻ്റ് ആയിക്കഴിഞ്ഞാൽ പ്രീസെറ്റും എക്യുമുലേറ്റർ വാല്യൂം ഈക്വൽ ആണെങ്കിൽ ആ ടൈമിങ് കംപ്ലീറ്റ് ആയി.
അപ്പം എന്ത് സംഭവിക്കും? ഈ ഡൺ ബിറ്റ് സെറ്റാവും. ഇനി ഏതിൻ്റെ ബേസിസിലാണ് അക്യുമുലേറ്റർ ഇൻക്രിമെൻ്റ് ആവുന്നത്? അത് ഡിറ്റർമൈൻ ചെയ്യുന്നത് ടൈം ബേസാണ്. ഇപ്പോൾ ടൈം ബേസിൽ ഞാനിപ്പം 0.1 സെക്കൻഡ്സ് ആണ്. അതായത് ടൈം ബേസ് നമുക്ക് വേരി ചെയ്യാം. അതായത് ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഇപ്പം അതായത് നമുക്ക് ജസ്റ്റ് ഇപ്പം ഇറ്റ് ക്യാൻ ഒരു 0.1 സെക്കൻഡ്സ് കൊടുക്കാം, അല്ലെങ്കിൽ 0.01 സെക്കൻഡ്സ് കൊടുക്കാം, അല്ലെങ്കിൽ 1 സെക്കൻഡ്സ് കൊടുക്കാം. അപ്പം അത് നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. ഏതിനനുസരിച്ച് ടൈം ബേസ് 0.1 കൊടുക്കണം, 0.0 കൊടുക്കണം എന്നുള്ളത് തീരുമാനിക്കാം. അപ്പം ഇതിൽ 0.1 കൊടുത്താണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത്. ജസ്റ്റ് ഇപ്പോൾ 0.1 ആണ്. അപ്പോൾ 0.1 കൊടുക്കുമ്പം ഇവിടെ പ്രീസെറ്റിലുള്ളത് 10ഉം അക്യുമുലേറ്ററിൻ്റെ വാല്യൂ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഇനീഷ്യലി ദാറ്റ് ഈസ് ഇൻ 0 സ്റ്റേറ്റ്. സോ അത് വിൽ ഇൻക്രിമെൻറ്റ് ടു 1 എപ്പോഴും. ടൈം ബേസ് 0.1 സെക്കൻഡ് ആയിക്കഴിഞ്ഞാൽ ഇൻക്രിമെൻ്റ് ഒരു പ്രാവശ്യം ഇൻക്രിമെൻ്റ് ആവും. ദെൻ ടൈം ബേസിൽ അതായത് ടൈം ബേസിൽ എത്രയാണോ ടൈം ലിമിറ്റ് കൊടുത്തിരിക്കുന്നത്, ഇപ്പോൾ 0.1 സെക്കൻഡാണ് കൊടുത്തിരിക്കുന്നത്. ദാറ്റ് മീൻസ് 0.1 സെക്കൻഡ് ആകുമ്പോഴേക്ക് ഒരു പ്രാവശ്യം ഇൻക്രിമെൻ്റ് ആവും. എഗെയിൻ ഒരു 0.1 സെക്കൻഡ് ആകുമ്പോഴേക്ക് അത് രണ്ട് ഇൻക്രിമെൻറ്റ് രണ്ടാമത്തെ പ്രാവശ്യം ഇൻക്രിമെൻ്റ് ആവും. എഗെയിൻ അതൊരു 0.1 സെക്കൻഡ് കഴിയുമ്പോൾ 3 പ്രാവശ്യം ഇൻക്രിമെൻ്റ് ആവും. പിന്നെ ഒരു 0.1 സെക്കൻഡ് കഴിയുമ്പോഴേക്ക് അത് 4 പ്രാവശ്യം ഇൻക്രിമെൻ്റ് ആവും. അപ്പം ആ 0.1 സെക്കൻഡിനനുസരിച്ചിട്ടാണ് ഏത് ഇൻക്രിമെൻ്റ് ആവുന്നത്? അക്യുമുലേറ്റർ ഇൻക്രിമെൻ്റ് ആവുന്നത്. ഇപ്പോൾ ടൈം ബേസിൽ ഞാൻ 0.01 കൊടുക്കുന്നുണ്ടെങ്കിൽ 0.101 സെക്കൻഡ് ആകുമ്പോഴേക്കും അക്യുമുലേറ്റർ ഒരു പ്രാവശ്യം ഇൻക്രിമെൻ്റ് ആവും. എഗെയിൻ 0.01 സെക്കൻഡ്സ് ആകുമ്പോഴേക്ക് 2 പ്രാവശ്യം അക്യുമുലേറ്റർ ഇൻക്രിമെൻ്റ് ആവും. സോ ഡിപ്പെൻഡിങ് അപ്പോൺ ദ ടൈം ബേസിനനുസരിച്ചിട്ടാണ് ഏത് ഇൻക്രിമെൻ്റ് ആവുന്നത്? അക്യുമുലേറ്റർ ഇൻക്രിമെൻ്റ് ആവുന്നത്. സോ ഇവിടെ ഇപ്പം പ്രീസെറ്റ് ഞാൻ 10ഉം ടൈം ബേസ് 0.1 ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പം 10 പ്രാവശ്യം അക്യുമുലേറ്ററിൻ്റെ, അതായത് അക്യുമുലേറ്റർ 10 വരെ ഇൻക്രിമെൻ്റ് ആവണ്ടെങ്കിൽ, 10 വരെ ഇൻക്രിമെൻ്റ് ആവണ്ടെങ്കിൽ എത്ര സെക്കൻഡ് ആവണം? 10 ഇൻറ്റു 0.1 ദാറ്റ് ഈസ് 1 സെക്കൻഡ്. 1 സെക്കൻഡ് ആകുമ്പോഴേക്ക് അക്യുമുലേറ്റർ എവിടെ എത്തും? ഇൻക്രിമെൻ്റ് ചെയ്തിട്ട് അക്യുമുലേറ്റർ വിൽ ബി ഈക്വൽ ടു പ്രീസെറ്റ് വാല്യൂ. പ്രീസെറ്റ് വാല്യൂവിനോട് ഈക്വൽ ആയിരിക്കും ആഫ്റ്റർ 1 സെക്കൻഡ്. അതായത് 0.1 സെക്കൻഡ് ആകുമ്പോഴേക്ക് ഒരു പ്രാവശ്യം ഇൻക്രിമെൻ്റ് ചെയ്തു, 0.2 സെക്കൻഡ് ആകുമ്പോഴേക്ക് 2 പ്രാവശ്യം ഇൻക്രിമെൻ്റ് ചെയ്തു, 0.3 സെക്കൻഡ് ആകുമ്പോഴേക്ക് അത് 3 ടൈംസ് ഇൻക്രിമെൻ്റ് ചെയ്തു. അങ്ങനെ 0.9 ആകുമ്പോഴേക്ക് അത് 9 ടൈംസ് ഇൻക്രിമെൻ്റ് ആയി. ദെൻ 1 സെക്കൻഡ് ആകുമ്പോഴേക്ക് എത്ര പ്രാവശ്യം ഇൻക്രിമെൻ്റ് ആയി? 10 പ്രാവശ്യം. അതായത് അക്യുമുലേറ്ററിൻ്റെ വാല്യൂ ഇപ്പോൾ ഇതിനോട് ഈക്വലായി, പ്രീസെറ്റ് വാല്യൂവിനോട് ഈക്വലായി, ദാറ്റ് ഈസ് 10. അപ്പോൾ ഇതിങ്ങനെയാണ് ഒരു ടൈമർ വർക്ക് ചെയ്യുന്നത്. സോ നെക്സ്റ്റ്, ടൈപ്സ് ഓഫ് PLC timer. There are three types of PLC timers. First one, timer on delay. Second one, timer off delay. And final, retentive timer. So timer on delay. A timer on delay will wait to turn an output on after the set period of time. അതായത് ടൈമർ ഓൺ ഡിലേ നമ്മൾ എവിടെ യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മളൊരു ഇൻപുട്ട് അപ്ലൈ ചെയ്തു, ദെൻ ഇൻപുട്ട് അപ്ലൈ ചെയ്തിട്ട് ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഔട്ട്പുട്ട് ഓൺ ആവാൻ പാടുള്ളൂ. അങ്ങനെയുള്ള കേസസിൽ നമുക്ക് ഏത് യൂസ് ചെയ്യാം? ടൈമർ ഓൺ ഡിലേ യൂസ് ചെയ്യാം. അതായത് ഇൻപുട്ട് അപ്ലൈ ചെയ്ത് ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡ് കഴിഞ്ഞതിന് ശേഷം മാത്രം ഔട്ട്പുട്ട് ഓൺ ആവേണ്ട കണ്ടീഷൻസ് ഉണ്ടാവും. ആ കണ്ടീഷൻസിൽ അല്ലെങ്കിൽ ആ ഒരു ഓപ്പറേഷനിൽ മാത്രം, ആ ഓപ്പറേഷൻസിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ടൈമർ ഓൺ ഡിലേ യൂസ് ചെയ്യാം. ഇപ്പം ഞാൻ പറയാം, ഒരു മെഷീന് സിഗ്നൽ, നമ്മളൊരു പ്രോസസ്സർ, മാനുഫാക്ചറിങ് യൂണിറ്റ് ഉണ്ട്. ആ യൂണിറ്റിൽ നമ്മളൊരു മെഷീനിൽ സിഗ്നൽ റിസീവ് ചെയ്ത് ഒരു 45 സെക്കൻഡ്സിന് ശേഷം മാത്രമേ മാനുഫാക്ചറിങ് യൂണിറ്റ് അല്ലെങ്കിൽ ആ പ്രോസസ്സർ മെഷീൻ ഓപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങാൻ പാടുള്ളൂ. സോ അങ്ങനെയുള്ള കേസിൽ നമുക്ക് എന്ത് കൊടുക്കാം? ടൈമർ ഓൺ ഡിലേ കൊടുക്കാം. അപ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇൻപുട്ട് അപ്ലൈ ചെയ്തു, ആഫ്റ്റർ 45 സെക്കൻഡ്സ് എന്ത് സംഭവിക്കും? ഔട്ട്പുട്ട് ഓൺ ആവും. സോ ആ കേസിലാണ് ടൈമർ ഓൺ ഡിലേ യൂസ് ചെയ്യുന്നത്. ഇനി ഇതാണ് ടൈമർ ഓൺ ഡിലേയുടെ ഫങ്ഷൻ ബ്ലോക്ക്, അതിൻ്റെ ഡയഗ്രാം. ഇനി ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതാണ് നമ്മുടെ ഇൻപുട്ട് അപ്ലൈ ചെയ്തു, ഇൻപുട്ട് റൺ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എന്താ? നമ്മുടെ ടൈമർ എനേബിൾ ബിറ്റ് എനേബിൾ ആവും, ദാറ്റ് ഈസ് അതും സെറ്റ് ആവും.
അപ്പം ഏത് ഓപ്പറേറ്റീവ് മോഡിലേക്ക് പോകും? ടൈമർ ടൈമിംഗ് മോഡിലേക്ക് പോകും. അതായത് ഓപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങും. ടൈമർ കൗണ്ട് ചെയ്യും, സ്റ്റാർട്ട് കൗണ്ട് ചെയ്യും. അക്യുമുലേറ്റർ അത് 0, 1, 2, 3 എന്നിട്ട് കൗണ്ട് സ്റ്റാർട്ട് ചെയ്യും. ആ സമയത്ത് ഏത് ബിറ്റ് സെറ്റാവും? ടൈമർ ടൈമിംഗ് ബിറ്റ് സെറ്റാവും. ദെൻ എപ്പോഴാണോ പ്രീസെറ്റ് വാല്യൂയും അക്യുമുലേറ്റർ വാല്യൂയും ഈക്വൽ ആവുന്നത്, ദാറ്റ് ആ ഒരു കണ്ടീഷനിൽ ഇപ്പം 10 ആണ് പ്രീസെറ്റ് വാല്യൂ, അക്യുമുലേറ്ററിലെ വാല്യൂ 10 എത്തിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ ടൈമിംഗ് ഡൺ ബിറ്റ് എന്താവും? സെറ്റാവും. ദാറ്റ് ഈസ് നമ്മൾ ആ ടൈം ഡിലേ 10 സെക്കൻഡ്സ്. അതിപ്പം ഇവിടെ ഇപ്പം നമ്മൾ കൊടുത്തിരിക്കുന്ന ടൈം ബേസ് 0.1 പ്രീസെറ്റ് 10 ആണ്. അപ്പോൾ എത്ര സെക്കൻഡ് ഡിലേ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്? 10 × 0.1 ദാറ്റ് ഈസ് 1 സെക്കൻഡ് ഡിലേ ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ 1 സെക്കൻഡ് എത്തിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ ടൈമിംഗ് ഡൺ ബിറ്റ് സെറ്റാവും. ഇനി ഇപ്പം നമ്മളെ ഇൻപുട്ട് കണ്ടീഷൻസ് ഫോൾസ് ആണ്. ഇൻപുട്ട് കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ അക്യുമുലേറ്റർ ഓട്ടോമാറ്റിക്കലി അതെന്ത് ചെയ്യും? റീസെറ്റ് ആവും. ഏതിലേക്ക് റീസെറ്റ് ആവും? 0ലേക്ക് റീസെറ്റ് ആവും. ഈ ടൈമർ ടൈമിംഗ് ബിറ്റും ഇതാവും, റീസെറ്റ് ആവും. അതേപോലെ ടൈമർ ഡൺ ബിറ്റും എല്ലാം റീസെറ്റ് ആവും. ഓൾ എനാബിൾ ബിറ്റും റീസെറ്റ് ആവും. അപ്പം റൺ കണ്ടീഷൻസ് ട്രൂ ആവുന്ന സമയത്ത് എനാബിൾ ബിറ്റ് സെറ്റ് ആവും. ടൈമർ സ്റ്റാർട്ട് ചെയ്യും. ടൈമർ ടൈമിംഗ് മോഡിലായിരിക്കും. ആ സമയത്ത് ടൈമർ ടൈമിംഗ് ബിറ്റ് സെറ്റ് ആവും. ദെൻ എപ്പോഴാണോ അക്യുമുലേറ്റർ വാല്യൂ ഏതിനോട് ഈക്വൽ ആവുന്നത്? പ്രീസെറ്റ് വാല്യൂവിനോട് ഈക്വൽ ആവുന്നത്, ദാറ്റ് കണ്ടീഷൻസ് ഏത് സെറ്റ് ആവും? ടൈമർ ഡൺ ബിറ്റ് സെറ്റ് ആവും. ദെൻ റോങ് കണ്ടീഷൻസ് ഫോൾസ് ആവുന്ന കണ്ടീഷനിൽ അക്യുമുലേറ്റർ എന്താവും? റീസെറ്റ് ആവും. സോ ദിസ് ഇസ് ഹൗ എ ടൈമർ ഓൺ ഡിലേ വർക്ക്സ്. നെക്സ്റ്റ് ടൈമർ ഓഫ് ഡിലേ. അപ്പം ടൈമർ ഓഫ് ഡിലേ എന്ന് പറയുന്നത് അതായത് it will turn the output off after the set period of time. അതായത് നമ്മളൊരു ഇൻപുട്ട് അപ്ലൈ ചെയ്തു, ദെൻ ആ മെഷീൻ ഇൻപുട്ട് റിസീവ് ചെയ്തു, ആ സിഗ്നൽ റിസീവ് ചെയ്തു, ദെൻ ഔട്ട്പുട്ട് ടേൺ ഓൺ ആയി ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡിൽ ആ ഓൺ സ്റ്റേറ്റ് തന്നെ അത് റിമെയിൻ ചെയ്തു. ഔട്ട്പുട്ട് ഓൺ സ്റ്റേറ്റ് തന്നെ റിമെയിൻ ചെയ്തു. ആ ടൈം പീരീഡ് കഴിഞ്ഞതിന് ശേഷം ഔട്ട്പുട്ട് ഓഫ് ആവുന്ന കണ്ടീഷൻ. അതായത് ഇപ്പോൾ ഞാൻ ഇൻപുട്ട് അപ്ലൈ ചെയ്തു, ദെൻ അതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് റിസീവ് ചെയ്യും. ആ ഔട്ട്പുട്ട് ഒരു 45 സെക്കൻഡ്സ് അതേപോലെ എനിക്ക് വേണം. ആ ഔട്ട്പുട്ട് അതേ സ്റ്റേറ്റിൽ തന്നെ റിമെയിൻ ചെയ്യണം. സോ ഔട്ട്പുട്ട് 45 സെക്കൻഡ് തന്നെ റിമെയിൻ ചെയ്യുന്നു. ദെൻ ഫൈനലി ഒരു 45 സെക്കൻഡ്സ് കഴിഞ്ഞതിന് ശേഷം ഔട്ട്പുട്ട് ഓഫ് ആവുന്നു. ഈ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യാൻ നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റും? ടൈമർ ഓഫ് ഡിലേ യൂസ് ചെയ്യാം. അപ്പം ഞാൻ ഇപ്പോൾ ഒരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, കാർ വാഷിങ്ങിൽ ഇപ്പം ജസ്റ്റ് പറയും പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? നമ്മുടെ ദാറ്റ് ഈസ് പേയ്മെൻറ്റ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഇൻപുട്ട് സിഗ്നൽ. ആൻഡ് കാർ വാഷിങ്ങിൽ വാട്ടർ റിൻസിങ് ഈസ് അവർ ഔട്ട്പുട്ട്. അതാണ് നമ്മുടെ ഔട്ട്പുട്ട്. സോ ആ വാട്ടർ റിൻസിങ്ങിൽ കണ്ടിന്യൂ ചെയ്യണം. എത്ര സമയം വരെ? ഒരു മിനിറ്റ് വരെ കണ്ടിന്യൂ ചെയ്യണം. സോ 1 മിനിറ്റ് കഴിഞ്ഞാൽ വാട്ടർ റിൻസിങ് ഓഫ് ആവും. അത് ഓഫ് ആവും. അപ്പം നമ്മൾ ഇൻപുട്ട് കൊടുത്തു, പേയ്മെൻറ്റ്, ദാറ്റ് ഈസ് അവർ ഇൻപുട്ട്, പേയ്മെൻറ്റ് ഇൻപുട്ട് കൊടുത്തു, ദെൻ ഔട്ട്പുട്ട് സ്റ്റാർട്ടായി, ദാറ്റ് ഈസ് വാട്ടർ റിൻസിങ് സ്റ്റാർട്ടായി. ദെൻ ആഫ്റ്റർ 1 മിനിറ്റ് എന്താണ്? ഔട്ട്പുട്ട് ഓഫാണ്, വാട്ടർ റിൻസിങ് സ്റ്റോപ്പ് ആവണം. സോ ഈ കണ്ടീഷൻസിൽ നമുക്ക് ഏത് യൂസ് ചെയ്യാം? ടൈമർ ഓഫ് ഡിലേ യൂസ് ചെയ്യാം. സോ ഇതാണ് നമ്മൾ ടൈമർ ഓഫ് ഡിലേയുടെ ഫങ്ഷൻ ബ്ലോക്ക്, അതിൻ്റെ ലാഡർ ഡയഗ്രം. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഇപ്പം ഇൻപുട്ട് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്തു. സോ ഇവിടെ ഇൻപുട്ട് റൺ കണ്ടീഷൻസ് ഫോൾസ് ആവുന്ന സ്റ്റേറ്റിൽ മാത്രമാണ് ഈ ടൈമിംഗ് ബിറ്റ് എന്താവുള്ളൂ? സെറ്റ് ആവുള്ളൂ. അപ്പം ഇൻപുട്ട് കണ്ടീഷൻസ് ഫോൾസ് ആവുന്ന കണ്ടീഷനിൽ ഏത്? ടൈമിംഗ് ബിറ്റ്, അതായത് ട്രൂ സ്റ്റേറ്റിൽ നിന്ന്, ഇൻപുട്ട് കണ്ടീഷൻ ട്രൂ സ്റ്റേറ്റിൽ നിന്ന് ഫോൾസ് കണ്ടീഷനിലേക്ക് ട്രാൻസിഷൻ ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഈ ടൈമിംഗ് ബിറ്റ് സെറ്റാവും. ആ സമയത്ത് ഇത് ഏത് മോഡിലേക്ക് മാറും? ടൈമിംഗ് മോഡിലേക്ക് മാറും. അപ്പം എന്ത് സംഭവിക്കും? അക്യുമുലേറ്റർ ഇൻക്രിമെൻറ്റ് ചെയ്യാൻ തുടങ്ങും. ദാറ്റ് ഈസ് ഇവിടെ ഇപ്പോൾ 1000 ആണ് പ്രീസെറ്റ് വാല്യൂസ് 1000. സോ ദ അക്യുമുലേറ്റർ വിൽ ഇൻക്രിമെൻറ്റ് അപ് ടു 1000 വരെ ഇൻക്രിമെൻറ്റ് ചെയ്യാൻ തുടങ്ങും. അതായത് അതിൻ്റെ ടൈം ബേസ് ഏത് ടൈം ബേസിലാണ്? 0.1 സെക്കൻഡ് ബേസിൽ ഇത് അക്യുമുലേറ്റർ ഇൻക്രിമെൻ്റ് ആവും. ഇനി ഫൈനലി അക്യുമുലേറ്റർ വാല്യൂ ഏതിനോട് ഈക്വൽ ആവുന്ന സമയത്ത്? പ്രീസെറ്റ് വാല്യൂവിനോട് ഈക്വൽ ആവുന്ന സമയത്ത് ഈ
ടൈമിംഗ് ഡൺ ബിറ്റ് എന്താവും, സെറ്റാവും. ടൈമിംഗ് ഡൺ ബിറ്റ് സെറ്റാവും. ഇനി എപ്പോഴാണോ ഈ കണ്ടീഷൻസ് ട്രൂ ആവുന്നത് ആ കേസിൽ അക്യുമുലേറ്റർ അഗെയിൻ റീസെറ്റാവും. ഏതിലേക്ക്, 0 സ്റ്റേറ്റിലേക്ക് റീസെറ്റാവും. അതായത് ടൈമർ ഓഫ് ഡിലേയിൽ നമ്മൾ റൺ കണ്ടീഷൻസ് ഫാൾ സ്റ്റേറ്റിലേക്ക് ട്രാൻസിഷൻ ചെയ്യുന്ന സമയത്ത് മാത്രമാണ് ടൈമിംഗ് ബിറ്റ് സെറ്റ് ആവുന്നതും ടൈമർ ടൈമിംഗ് മോഡിലേക്ക് വരുന്നതും. അതായത് ടൈമിംഗ് അക്യുമുലേറ്റർ ഇൻക്രിമെൻറ്റ് ചെയ്യാൻ തുടങ്ങുന്നത്. ദെൻ അക്യുമുലേറ്റർ പ്രീസെറ്റ് വാല്യൂവിനോട് ഈക്വൽ ആവുന്ന സമയത്ത് ടൈമിംഗ് ഡൺ ബിറ്റ് എന്ത് ചെയ്യും, സെറ്റ് ആവും. സോ ദാറ്റ്സ് ഹൗ എ ടൈമർ ഓഫ് ഡിലേ വർക്ക്സ്. നെക്സ്റ്റ് റെറ്റൻറ്റീവ് ടൈമേഴ്സ്. റെറ്റൻറ്റീവ് ടൈമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു ടൈമർ ഓഫ് ഡിലേയിലും ടൈമർ ഓൺ ഡിലേയിലും നമ്മൾ ഇപ്പം ടൈമർ ഓൺ ഡിലേ ആണെങ്കിൽ നമ്മുടെ ഇൻപുട്ട് കണ്ടീഷൻസ് ട്രൂ ആണെങ്കിൽ അത് എനേബിൾ ചെയ്യും. ദെൻ അതായത് അക്യുമുലേറ്റർ ഇൻക്രിമെൻറ്റ് ചെയ്തു ഫൈനലി അത് പ്രീസെറ്റ് വാല്യൂവിനോട് ഈക്വൽ ആവും. ദെൻ ആ സമയത്ത് ഫാൾസ് ആലെ റൺ കണ്ടീഷൻ ഫാൾസ് ആവുന്ന സമയത്ത് അത് എഗെയിൻ അക്യുമുലേറ്റർ റീസെറ്റ് ആവും എന്ന് പറഞ്ഞു, 0ലേക്ക് വരും എന്ന് പറഞ്ഞു. പക്ഷേ എങ്കിൽ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ റൺ കണ്ടീഷൻസ് ട്രൂ ആയിക്കഴിഞ്ഞാൽ, അതായത് ട്രൂ ആയി ഇത് ടേൺ ഓൺ ആയി ഇൻക്രിമെൻറ്റ് ചെയ്തു, പെട്ടെന്ന് റൺ കണ്ടീഷൻസ് ഫാൾസ് ആയി. അതായത് ഇപ്പോൾ ഞാൻ കൊടുത്തിരിക്കുന്നത് ഒരു 50 പ്രീസെറ്റ് വാല്യൂ 50, അപ്പോൾ അക്യുമുലേറ്റർ ഇൻക്രിമെൻറ്റ് ചെയ്ത് 25 എത്തുമ്പോഴേക്ക് തന്നെ റൺ കണ്ടീഷൻസ് ഫാൾസ് ആയി. ആ റൺ കണ്ടീഷൻ ഫാൾസ് ആയി കഴിഞ്ഞാൽ ആ റെറ്റൻറ്റീവ് ടൈമറിൽ എന്തായി, അക്യുമുലേറ്ററിൽ എവിടെയാണോ അക്യുമുലേറ്റർ വാല്യൂ 25 എത്തിയപ്പോഴാണ് ഫാൾസ് ആയത് ആ സ്റ്റേറ്റിൽ തന്നെ അത് റിറ്റെയിൻ ചെയ്യും. അതായത് 25 എത്തിയപ്പോൾ റൺ കണ്ടീഷൻസ് ഫാൾസ് ആയെങ്കിൽ ആ സ്റ്റേറ്റിൽ തന്നെ അത് റീറ്റെയിൻ ചെയ്ത് ഇനി എപ്പോഴാണോ റൺ കണ്ടീഷൻസ് ട്രൂ ആവുന്നത് അത് എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും, 25 എഗെയിൻ സ്റ്റാർട്ട് ചെയ്യും. അതായത് അക്യുമുലേറ്റർ അവിടെ റീസെറ്റ് ആവുന്നില്ല, പകരം എന്താണ് സംഭവിക്കുന്നത്, എവിടെയാണോ അത് വാല്യൂ സ്റ്റോപ്പ് ആയത് അവിടെ തന്നെ എഗെയിൻ സ്റ്റാർട്ട് ആവും. ദാറ്റ് ഈസ് ഇറ്റ്സ് എ ടൈമർ വിച്ച് റീറ്റെയിൻസ് ദി അക്യുമുലേറ്റഡ് value in case of power loss or change of processor mode or run state going from true to false state. അതായത് റൺ സ്റ്റേറ്റ് ട്രൂന്ന് ഫാൾസ് സ്റ്റേറ്റിലേക്ക് മാറുന്ന സമയത്തോ അല്ലെങ്കിൽ പവർ സപ്ലൈ പോയി അങ്ങനെ എന്തെങ്കിലും കേസിലോ എവിടെയാണോ ആ സമയം അക്യുമുലേറ്ററിൻ്റെ വാല്യൂ ഉള്ളത് ആ സ്റ്റേറ്റിൽ തന്നെ അത് റിമെയിൻ ചെയ്യും. അതിന് ശേഷം ഒരു ഫാൾസ് കണ്ടീഷനിൽ നിന്ന് മാറി അത് ട്രൂ കണ്ടീഷൻസിൽ വരികയാണെങ്കിൽ എന്ത് സംഭവിക്കും, അക്യുമുലേറ്ററിൽ 25 ആണെങ്കിൽ എവിടെയാണോ അത് റിമെയിൻ ചെയ്തിരിക്കുന്നത് അവിടെ നിന്ന് അത് സ്റ്റാർട്ട് ചെയ്യും, എഗെയിൻ ഇൻക്രിമെൻറ്റ് ചെയ്യാൻ തുടങ്ങും. അതാണ് റിറ്റൻറ്റീവ് ടൈമേഴ്സിൻ്റെ കണ്ടീഷൻസ്. അതായത് എവിടെയാണോ അത് വാല്യൂ സ്റ്റോപ്പ് ചെയ്തത് ആ വാല്യൂ തന്നെ റീറ്റെയിൻ ചെയ്യും. സോ ദാറ്റ്സ് എ റെറ്റൻറ്റീവ് ടൈമർ. അപ്പോൾ അതാണ് ഒരു റെറ്റൻറ്റീവ് ടൈമർ. സോ നെക്സ്റ്റ് നോൺ റെറ്റൻറ്റീവ് ടൈമേഴ്സ്. അപ്പോൾ നോൺ റെറ്റൻറ്റീവ് ടൈമേഴ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ജസ്റ്റ് ഓപ്പോസിറ്റ് ഓഫ് റെറ്റൻറ്റീവ് ടൈമേഴ്സ്. അതായത് നമ്മൾ റീസെറ്റ് ചെയ്യുമ്പോൾ ഇപ്പം റൺ കണ്ടീഷൻസ് ഫാൾസ് ആണെങ്കിൽ അക്യുമുലേറ്റർ ഓട്ടോമാറ്റിക്കലി എന്താവും, റീസെറ്റ് ആവും. ഫൈനൽ അത് ഏതിലേക്ക് വരും, 0ലേക്ക് വരും. ഇപ്പം റൺ കണ്ടീഷൻസ് ഫാൾസ് ആയി അക്യുമുലേറ്റർ ഇൻക്രിമെൻറ്റ് ചെയ്യാൻ തുടങ്ങി. ദെൻ ഫൈനലി അതൊരു 25 എത്തുന്ന സമയത്ത് റൺ കണ്ടീഷൻസ് ഫാൾസ് ആയി. സോ അത് എഗെയിൻ ഏതിലേക്ക് വരും, 0 സ്റ്റേറ്റിലേക്ക് വരും. അങ്ങനെയുള്ള ടൈമേഴ്സാണ് നോൺ റെറ്റൻറ്റീവ് ടൈമേഴ്സ് എന്ന് പറയുന്നത്. നോൺ റെറ്റൻറ്റീവ് ടൈമേഴ്സ് റീസെറ്റ് ടു 0 ആൻഡ് സ്റ്റാർട്ട് ഫ്രം 0 ഈച്ച് ടൈം ദ ടൈമർ ഫംഗ്ഷൻ ബ്ലോക്ക് ഈസ് എനർജൈസ്ഡ്. സോ നോൺ റെറ്റൻറ്റീവ് ടൈമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണോ സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നത് അവിടുന്ന് അത് എഗെയിൻ റിറ്റെയിൻ ചെയ്യും. അതായത് അക്യുമുലേറ്റർ ഇപ്പോൾ 25 സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ 25 തന്നെ സ്റ്റാർട്ട് ചെയ്യും. പക്ഷേ എങ്കിൽ നോൺ റെറ്റൻറ്റീവ് ടൈമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇപ്പം 25 അത് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പിന്നെയും അത് എനർജൈസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ടൈമർ എനർജൈസ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും, 0 സ്റ്റാർട്ട് ചെയ്യും. അതായത് റീസെറ്റ് ആവും, അക്യുമുലേറ്ററിലെ വാല്യൂ റീസെറ്റ് ആവും, 0 സ്റ്റാർട്ട് ചെയ്യുക. സോ ഇതാണ് നോൺ റിറ്റൻറ്റീവ് ടൈമേഴ്സും റിറ്റൻറ്റീവ് ടൈമേഴ്സും തമ്മിലുള്ള ഡിഫറൻസ്. So that's all for today. Thank you.